എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മെയ് മാസം 19-ാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. നമുക്കറിയാം, ഇന്നലെയും നടന്ന അറ്റൻഡർ പരീക്ഷയിലും കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ പഠിക്കുക. അതിനായി എല്ലാവരും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം: അടുത്തിടെ ആഫ്രിക്കൻ രാജ്യങ്ങളായ കോങ്കോയിലും ഉഗാണ്ടയിലും പടർന്നു പിടിച്ചതിനെ തുടർന്ന് ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വൈറസ് രോഗം. ഉത്തരം: എബോള. എബോള രോഗം പടർന്നു പിടിച്ചതിനെ തുടർന്നാണ് ആഫ്രിക്കൻ രാജ്യങ്ങളായ കോങ്കോയിലും ഉഗാണ്ടയിലും ലോകാരോഗ്യ സംഘടന, അതായത് നമ്മുടെ WHO, ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ അടുത്തിടെ പ്രഖ്യാപിച്ചത്. അടുത്ത ചോദ്യം: ഇന്ത്യയുടെ ആദ്യ അനലോഗ് ബഹിരാകാശ പര്യവേക്ഷണ ദൗത്യം ആരംഭിച്ചത് എവിടെ? ഉത്തരം: ലഡാക്ക്, ലേ. ലേയിലെ ലഡാക്കിലാണ് ഇന്ത്യയുടെ ആദ്യ അനലോഗ് ബഹിരാകാശ പര്യവേക്ഷണ ദൗത്യം ആരംഭിച്ചത്. അടുത്ത ചോദ്യം: ക്യാൻസർ പ്രതിരോധത്തിന് ഉപയോഗിക്കാവുന്ന ചുവന്ന കൊടുവേലി എന്ന സംയുക്തത്തിന്റെ പേറ്റന്റ് വാണിജ്യാടിസ്ഥാനത്തിൽ ഔഷധ നിർമ്മാണത്തിനായി കൈമാറിയ കേരളത്തിലെ ആദ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം. ഉത്തരം: കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, തിരുവനന്തപുരം. അതായത് CET എന്നറിയപ്പെടുന്ന തിരുവനന്തപുരത്തെ എഞ്ചിനീയറിംഗ് കോളേജാണ് ക്യാൻസർ പ്രതിരോധത്തിന് ഉപയോഗിക്കാവുന്ന ചുവന്ന കൊടുവേലി എന്ന സംയുക്തത്തിന്റെ പാറ്റന്റ് വാണിജ്യാടിസ്ഥാനത്തിൽ ഔഷധ നിർമ്മാണത്തിനായി കൈമാറിയ കേരളത്തിലെ ആദ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, തിരുവനന്തപുരം. അടുത്ത ചോദ്യം: ചൈനയിൽ നടന്ന ബാഡ്മിന്റൺ ബാവോജി ചൈന മാസ്റ്റേഴ്സ് വനിതാ സിംഗിൾസിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരം. ഉത്തരം: ശ്രിയാൻഷി വലി ഷെട്ടി. ചൈനയിൽ നടന്ന ബാഡ്മിന്റൺ ബാവോജി ചൈന മാസ്റ്റേഴ്സ് എന്ന വനിതാ സിംഗിൾസിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് ശ്രിയാൻഷി വലി ഷെട്ടി. അടുത്ത ചോദ്യം: ഏഷ്യാറ്റിക് സിംഹങ്ങളുടെ ആവാസ വ്യവസ്ഥകളുടെ വിപുലീകരണവും ലക്ഷ്യമിട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം പ്രഖ്യാപിച്ച പുതിയ പ്രോഗ്രാം. ഉത്തരം: ലയൺ സ്പീഷീസ് സ്പോട്ട്ലൈറ്റ് പ്രോഗ്രാം. ഏഷ്യാറ്റിക് സിംഹങ്ങളുടെ ആവാസ വ്യവസ്ഥകളുടെ വിപുലീകരണം ലക്ഷ്യമിട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം പ്രഖ്യാപിച്ച പുതിയ പ്രോഗ്രാമാണ് ലയൺ സ്പീഷീസ് സ്പോട്ട്ലൈറ്റ് പ്രോഗ്രാം. അടുത്ത ചോദ്യം: 10ാമത് ഇന്ത്യൻ ഓഷ്യൻ ഡയലോഗിന്റെ വേദി. ഉത്തരം: ന്യൂഡൽഹി. ന്യൂഡൽഹിയിൽ വെച്ചാണ് 10ാമത് ഇന്ത്യൻ ഓഷ്യൻ ഡയലോഗ് നടക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവരും കൃത്യമായി കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ പഠിക്കുക. കാരണം ഞാൻ പറഞ്ഞതുപോലെ ഇന്നലെ നടന്ന 10th ലെവലിലുള്ള പരീക്ഷകളിലും നമുക്കറിയാം, 10th ലെവലായാലും കറണ്ട് അഫയേഴ്സിന് വെയിറ്റേജ് ഉണ്ട്. 20 മാർക്കുള്ള കറണ്ട് അഫയേഴ്സ് പരീക്ഷകളും വെയിറ്റേജ് വരുന്ന പരീക്ഷകളുമുണ്ട്, 10 മാർക്കിന് വരുന്ന പരീക്ഷകളുമുണ്ട്. അതുകൊണ്ട് തന്നെ മിനിമം 10 മാർക്ക് ഒരു പരീക്ഷയ്ക്ക് നമുക്ക് കറണ്ട് അഫയേഴ്സിൽ നിന്നും ലഭിക്കും. അതിനായി നമ്മൾ കൂടുതൽ വലിച്ചുവാരി പഠിക്കേണ്ട ഒരാവശ്യമില്ല. എല്ലാ ദിവസവും കൃത്യമായി നമ്മുടെ കറണ്ട് അഫയേഴ്സ്, ഡെയിലി കറണ്ട് അഫയേഴ്സ് പാറ്റേണും വീക്ക്ലി കറണ്ട് അഫയേഴ്സ് പാറ്റേണും പഠിക്കുകയാണെങ്കിൽ കൃത്യമായും മുഴുവനായും നിങ്ങൾക്ക് നിങ്ങളുടെ കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള മാർക്ക് മുഴുവനായിട്ടും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അത് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ വളരെ നിർണായകമായ ഒരു റാങ്കിലേക്ക് നിങ്ങളെ എത്തിക്കുകയും ചെയ്യും. അത് നമുക്ക് ഉറപ്പ് തരാവുന്ന കാര്യമാണ്. ഇനി വരുന്ന LDCയിലേക്കായാലും 1 വർഷത്തെ അല്ലെങ്കിൽ മിനിമം 2 വർഷത്തെ കറണ്ട് അഫയേഴ്സുകൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതിനായി ആ ദിവസം മുഴുവനായി ഇരുന്ന് പഠിക്കുന്നതിന് പകരം എല്ലാ ദിവസവും കൃത്യമായി ഇതുപോലെ 5-10 മിനിറ്റ് ഉണ്ടെങ്കിൽ തന്നെ അതത് ദിവസങ്ങളുടെ കറണ്ട് അഫയേഴ്സുകൾ നിങ്ങൾക്ക് പഠിച്ചു പോകാവുന്നതേ ഉള്ളൂ.
അപ്പോൾ എല്ലാവരും കൃത്യമായി അങ്ങനെ തന്നെ പഠിക്കാനായി നോക്കുക. ലാസ്റ്റ് പരീക്ഷയുടെ സമയത്ത് മുഴുവനായി ഇരുന്ന് പഠിക്കാൻ ശ്രമിക്കാതെ അതത് ദിവസങ്ങളിൽ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്ത് പഠിക്കാനായി ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ.